ഇന്നു രാത്രി യോഗത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, തിരുവെഴുത്തുകളെല്ലാം ഹൃദയങ്ങളിലും വിളങ്ങേണ്ടതിന് ഇന്നു രാത്രി അങ്ങയുടെ ആത്മാവിലൂടെ അങ്ങ് എല്ലാവരോട് സംസാരിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഈ ദേശത്തെ വിടുവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. വളരെ നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് വീണ്ടും ജനിക്കുക എന്ന വാക്ക്. വീണ്ടും ജനിക്കുക, വീണ്ടും ജനനം എന്നതിനെ കുറിച്ച് ഇന്ന് രാത്രി സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നാം സാധാരണയായി ചില വർഷങ്ങൾക്ക് മുൻപ് വരെ കേട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടതാണോ? എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ആ പ്രയോഗം നമ്മുടെ ഇടയിൽ വളരെ വിരളമാണ്. ആരും അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഇതിനു മുൻപ് ചോദിച്ചുകൊണ്ടിരുന്നവർക്ക് വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് ഏകദേശം ആശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ആരും അങ്ങനെ ചോദിക്കുന്നില്ല. ഇന്ന് രാത്രി വീണ്ടും ജനിച്ചതാണോ എന്ന് നിങ്ങളോടൊരാൾ ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദിമോസ് യേശുവിനെ സന്ധിക്കുവാൻ വന്നു. രാത്രിയിൽ യേശുവും നിക്കോദിമോസുമായി ഒരു സംഭാഷണമുണ്ടായി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുമ്പോൾ യേശു നിക്കോദിമോസിനോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്നു, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ യേശു നിക്കോദിമോസിനോട് പറയുന്നു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാനായിരുന്നിട്ടും നിനക്കിതൊന്നും അറിഞ്ഞുകൂടായോ? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവല്ലേ? നോക്കൂ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ അറിയാം എന്നതുകൊണ്ട് ഒരാൾ വീണ്ടും ജനിച്ചവൻ ആകണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, തിരുവെഴുത്തുകൾ അറിയാമെന്നോ ബൈബിൾ അറിയാമെന്നോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ വീണ്ടും ജനിച്ചവനാകണമെന്ന് നിർബന്ധമില്ല. പിശാചിനും ബൈബിൾ അറിയാം. നിക്കോദിമോസിന് ബൈബിൾ നന്നായി അറിയാമായിരുന്നു. പള്ളിയിൽ പോകുന്നു എന്നതുകൊണ്ട് ഒരാൾ വീണ്ടും ജനിച്ചവനാകണമെന്ന് നിർബന്ധമില്ല. കാരണം നിക്കോദിമോസ് പതിവായ ആരാധനകൾക്ക് പോകുന്നവനായിരുന്നു, സൻഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. ഇതൊന്നും ഒരുവനെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ചോദ്യത്തിന് പലപ്പോഴും പലരും ഉത്തരം പറയുന്നത് മറ്റു പല ഉത്തരങ്ങളുമാണ്. വീണ്ടും ജനിച്ചതാണോ എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞ മറുപടി, എന്റെ പേര് മാത്യു എന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചത് നിന്റെ പേര് മത്തായി എന്നോ തോമസ് എന്നോ സാറ എന്നോ ഏലിയാമ എന്നോ ആണോ എന്നല്ല ചോദിച്ചത്. ചോദ്യം വീണ്ടും ജനിച്ചതാണോ എന്നാണ്. വീണ്ടും ജനിച്ചതാണോ എന്ന ചോദ്യത്തിന് വേറൊരാൾ ഉത്തരം പറഞ്ഞത്, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമെന്നാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമോ എന്ന ചോദ്യമല്ല ചോദിച്ചത്. വേറൊരാൾ പറഞ്ഞത് ഞാൻ പെന്തക്കോസ്തലാന്നാ. നീ പെന്തക്കോസ്തലാണോ എന്നല്ല ചോദിച്ചത്. ചോദ്യം നീ വീണ്ടും ജനിച്ചതാണോ എന്നാ. വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മറ്റു പലതുമാ പറയുന്നത്. ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് രാത്രി വീണ്ടും ജനിച്ചവന്റെ ചില ലക്ഷണങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരുവൻ വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന് അറിയുവാൻ ചില ലക്ഷണങ്ങളുണ്ട്. അതിനകത്ത് 7 ലക്ഷണം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരുപാട് അടയാളങ്ങളുണ്ട് വീണ്ടും ജനിച്ചവന്റെ. 7 അടയാളങ്ങൾ, വീണ്ടും ജനിച്ചവനുള്ള 7 അടയാളങ്ങൾ. ഒന്നാമത്, വീണ്ടും ജനിച്ചവന് അറിയാം താൻ വീണ്ടും ജനിച്ചവനാണെന്ന്. ഒന്നാമത്തെ അടയാളം അതാ. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാ, താങ്കൾ വിവാഹിതനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ എങ്ങനെ കരുതുന്നു എന്നാരും മറുപടി പറയാറില്ല. നിങ്ങൾ വിവാഹിതനാണോ അല്ലയോ എന്ന് നിങ്ങൾക്കറിയാം. എന്നോടൊരാൾ വന്ന് താങ്കൾ വിവാഹിതനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതെ. അല്ലാതെ എനിക്ക് അതിനകത്ത് ആലോചിക്കേണ്ട ആവശ്യമോ മറ്റു കാര്യങ്ങൾ പറയേണ്ട ആവശ്യമോ ഇല്ല. വളരെ നിർണയമുള്ളവനാണ്. അതുപോലെ നിങ്ങൾ പറയണം, വീണ്ടും ജനിച്ചതാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. വീണ്ടും ജനിച്ചവൻ അറിയാം താൻ വീണ്ടും ജനിച്ചവനാണെന്ന്. അവൻ പറയും, അതെ, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. അവന് പറയുവാൻ സാധിക്കും, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഇത് നമുക്കൊരു ഐഡിയ ഇല്ലാതെ പലപ്പോഴും മറ്റുത്തരങ്ങളാണ് പറയുന്നത്.
അതെനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ വീണ്ടും ജനിച്ചതായിരിക്കും. ഇതിലൊക്കെ രസകരമായിട്ട് ഞാൻ കഴിഞ്ഞ 16 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സാവകാശം കിട്ടുന്ന ആളുകളോട് ഞാൻ ചിലപ്പോൾ ചോദിക്കും, വീണ്ടും ജനിച്ചാണോ? അപ്പോൾ ഈ രസകരമായ ഒരുപാട് ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഉത്തരം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കര കുഴപ്പത്തിലാക്കി. കാരണം അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ഒരാളോട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായോ? കുഞ്ഞുണ്ടായി. ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രസവിച്ചു അല്ലെ പ്രസവിച്ചില്ല. ഇപ്പൊ ഞാൻ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളാണ്? ഒരു ശിശു ജനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൺ ടൈം പ്രോസസ്സാണ്. അത് ജനിച്ചാൽ പിന്നെ ജനിച്ചതാണ്, ജനിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെയൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കും. കാരണം ആളുകൾ പറഞ്ഞു കാലുണ്ടായി, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഒരു കൈ ഉണ്ടായി വന്നു, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ഒരു തല വന്നു. അങ്ങനെയല്ല. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷം വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനിക്കുമ്പോൾ ഒരു മനുഷ്യ ശിശു വളരെയധികം ബലഹീനതകളും പരാധീനതകളുമായിട്ടാണ് ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ഉടനെ അത് എഴുന്നേറ്റിരുന്നൊരു ചായ തരാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അത് എഴുന്നേറ്റ് തന്നെ പുറത്തോട്ട് പോകുന്നില്ല. കുറെ നാളുകൾ അതിന് പരിചരണം ആവശ്യമാണ്, കുറെ നാളുകൾ അതിന് പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ പരാശ്രയം ആവശ്യമായി. ബാല്യകാലവും ശൈശവകാലവും എന്നതുപോലെ നീ ചില കാലങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വന്നേക്കാം എന്നതിന്റെ അർത്ഥം നീ വീണ്ടും ജനിച്ചില്ല എന്നല്ല, നീ വീണ്ടും ജനിച്ചു എന്ന് തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറുവാനാണ്. വീണ്ടും ജനിച്ച ഒരുവൻ അറിയാം അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഇത് ഞങ്ങൾ അറിയാം. മതി. യോഹന്നാൻ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് ദർശിച്ചതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കൈകളാൽ സ്പർശിച്ചതും. എന്തെങ്കിലും ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും എഴുതുകയല്ല. ഒരു നിർണയമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ഒരു നിർണയത്തോടെ പറയുകയാണ്, ആദ്യം മുതലുള്ളതും സ്വന്തം കണ്ണുകളാൽ ദർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതും അടുത്ത് സ്പർശിച്ചതുമായ വചനത്തെ സംബന്ധിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിൽ യേശു കർത്താവുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടായിരിക്കണം. നീ അറിയണം നീ വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന്. അല്ല ഇന്ന് രാത്രി വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ കൂട്ടിവരുത്തിയ രാത്രിയാണിത്. പിശാചിന്റെ ചതികളും ശത്രുവിന്റെ തന്ത്രങ്ങളും നിന്നെ വിട്ടൊഴിഞ്ഞു പോകണം. മനുഷ്യ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതം ഈ ഭൂമിയിൽ ആവർത്തിക്കത്തില്ല. നിന്റെ ജീവിതം ഈ ഭൂമിയിൽ ഇനി ആവർത്തിക്കത്തില്ല. ഒരിക്കൽ മാത്രമായി നിനക്ക് ലഭിച്ച ജീവിതമാണിത്. 2007 നവംബർ മാസം 18-ാം തീയതി ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. നിന്റെ ജീവിതത്തെ കടന്നു പോകുന്ന ഈ രാത്രിയിൽ, ഇന്ന് ഈ രാത്രിയിൽ നീ വീണ്ടും ജനിച്ചവനാണോ അല്ലയോ എന്ന് നീ വ്യക്തമായി അറിയണം. അറിവില്ലാതിരിക്കരുത്. ശമരിയ പട്ടണത്തിലെ ഒരു സ്ത്രീ ശമരിയ പട്ടണത്തിലേക്ക് പോയി. നിങ്ങൾക്കറിയാം, യേശു കർത്താവ് സുഖാർ എന്ന പട്ടണത്തിൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാൻ പോയി. 12 പേരുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നതാണ്. സുവിശേഷം വായിക്കുമ്പോൾ ഞാൻ മണിക്കൂറുകൾ സുവിശേഷം വായിച്ച് ധ്യാനിക്കും. എന്റെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ തോന്നും. യേശുവും 12 ശിഷ്യന്മാരും ആകെ 13 പേരേ ഉള്ളൂ. 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ അങ്ങേയറ്റം 2 പേര് പോയാൽ മതി. ഒരാൾ പോയാൽ കൊണ്ടുവരാൻ 13 പേരുടെ ഭക്ഷണം. ഇനി ഒരു കൂട്ടിന് 2 പേർക്ക് പോകാം. പക്ഷെ 2 പേര് പോയി ഭക്ഷണം വാങ്ങേണ്ട സ്ഥലത്ത് എത്ര പേർ പോയി? 12 പേർ പോയി. 13 പേർക്ക് ഭക്ഷണം കൊണ്ടുവരുവാൻ 12 പേർ പോയി. അതെന്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അത് മിക്കവാറും ഏറെക്കുറെ ശരിയായിരിക്കും. കാരണം ആര് പോകണമെന്ന് തർക്കം ഉണ്ടായി കാണും.
ഇന്ന് രാത്രിയും നമ്മുടെ ഇടയിൽ ആ തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും പോകാത്തത്. ആര് പോകണം? കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ചു, ആരെ ഞാൻ അയക്കണം? ആരെനിക്ക് വേണ്ടി പോകും? ഇന്ന് രാത്രി ആര് പറയും, അടിയൻ ഇവിടെയുണ്ട്, എന്നെ അയക്കണമേ? ശിഷ്യന്മാര് പറഞ്ഞെന്നാ നീയും കൂടെ വാ, നീയും കൂടെ വാ എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം തർക്കം മൂത്ത് 12 പേരും കൂടെ പോയി എന്നാണ് എന്റെ ധാരണ. ഏതായാലും ഇവർ പട്ടണത്തിൽ പോയി. പട്ടണത്തിലൂടെ എല്ലാം നടന്ന് ഭക്ഷണ പീടികയെല്ലാം സന്ദർശിച്ച് ഭക്ഷണത്തിന്റെ ഒക്കെ വില ചോദിച്ച് വില പേശി നല്ല ഭക്ഷണം ഏതാണെന്ന് തിരിഞ്ഞു നോക്കി വളരെ ലാഭകരമായ രീതിയിൽ കച്ചവടം നടത്തി തോളത്ത് വെച്ച് തിരിച്ചു വരുമ്പോ ഇവർ തമ്മിൽ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു കാണും. ഏതായാലും ഞാൻ അന്നേരം പറഞ്ഞുകൊണ്ട് 25 പൈസ കൂടെ കുറഞ്ഞു കിട്ടി, നല്ല ലാഭമായിപ്പോയി. അപ്പൊ വേറൊരുത്തും പറഞ്ഞു കാണും, എന്നാൽ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാൻ നന്നായി, ഇത് ചൂട് സാധനമാ. ഇങ്ങനെ ഇവർ വാങ്ങിയ ഭക്ഷണത്തിന്റെ യോഗ്യതയും അവരുടെ കച്ചവടത്തിലെ സാമർത്ഥ്യമൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു വരുമ്പോ ആ സമയത്താണ് യേശു ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം കഴിച്ചത്. ആ സംഭാഷണം വളരെ വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. ഏതായാലും ശരി, യേശു കർത്താവ് ആ സ്ത്രീയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ നാം പറയുന്നു, അപ്പോൾ ആ സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നു. അപ്പോൾ ആ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ ആ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി പട്ടണവാസികളോട് പറഞ്ഞു, താൻ കണ്ട യേശുവിനെ കുറിച്ച്, ഞാൻ മശീഹായെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ മശീഹായെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങളും വന്നു നോക്കുവീൻ. അപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അരികിൽ വന്നു. ഗുരു ഭക്ഷിച്ചാലും അവർ വാങ്ങിയ പൊറോട്ടയും അവർ വാങ്ങിയ ചിക്കൻ കറിയൊക്കെ കൊണ്ട് കൊടുത്ത് വളരെ ഗുരു ഭക്ഷിച്ചാലും. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. somebody brought him food. പത്രോസ് യോഹന്നാനും ഒക്കെ ആരാണ്ടിവനെ ഏതാണ്ട് കൊണ്ട് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് നിന്നോ പറഞ്ഞു, ഇവനെ തോണ്ടി. ഇപ്പുറത്ത് നിന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, നോക്കൊരു കുട ഇരിക്കുന്നുണ്ടോ? നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു കുടമില്ലായിരുന്നു, ഇതാണ്ട് ഒരു കുടവിരിക്കുന്നു. ആരാണ്ട് ഇവിടെ വന്നു. എല്ലാവരും ആ കുടത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, സംശയിച്ച്. ചോദിക്കാനൊരു സംഘ എന്താ ചോദിക്കുന്നത്? അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാം തല കുനിച്ച് കുടത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, തല ഉയർത്തി നോക്കുവീൻ. നീ കുനിഞ്ഞി കുടത്തെ നോക്കാതെ തല ഉയർത്തി നോക്കുവീൻ. നിങ്ങൾ പറയുന്നു 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തു വരും. കാരണം അവർ യേശുവിന്റെ കൂടെ ഒരു ട്രെയിനിങ്ങിലാണ്. അവർ പറയുന്നത് 4 മാസം കഴിയുമ്പോൾ ഒരു കൈവപ്പ് ശുശ്രൂഷയുണ്ട്, ഒരു ഓർഡിനേഷൻ ഉണ്ട്. 4 മാസം കഴിയുമ്പോൾ എന്ത് വരും? ഒരു കൊയ്ത്തു വരും. 4 മാസം കഴിയുമ്പോൾ ഒരു കൊയ്ത്തു വരും. എന്നാൽ ഞാൻ പറയുന്നു, നിലങ്ങൾ ഇപ്പോൾ തന്നെ വെളുത്തു കഴിഞ്ഞിരിക്കുന്നു. നോക്കാൻ പറഞ്ഞപ്പോ മുൻപിൽ 2 കൈകളും ഉയർത്തി ഒരു സ്ത്രീ ഓടി വരുന്നു. അതിന്റെ പിന്നാലെ ഒരു പട്ടണം മുഴുവൻ ഇളകിഞ്ഞിട്ട് വരിക. ഏത് പട്ടണത്തിൽ ഇവര് ചില മണിക്കൂറുകൾ ചെലവിട്ട് കറങ്ങി നടന്ന് പെറോട്ടായി മേടിച്ച് പൊതിഞ്ഞു പോന്നോ, അതേ പട്ടണത്തിൽ മിനിറ്റുകൾ മാത്രം യേശുവിനെ പരിചയമുള്ള ഒരു സ്ത്രീ എന്ന് കഴിഞ്ഞപ്പോ പട്ടണം ഹർത്താൽ ആചരിച്ച് അവരുടെ പുറകെ പോന്നെങ്കിൽ അതിന്റെ അർത്ഥം യേശുവിനെ കണ്ട് അവൾ വീണ്ടും ജനിച്ചു, യവന്മാര് വീണ്ടും ജനിച്ചില്ല. വ്യത്യാസമുണ്ട് രണ്ടുപേരും പോയത്. കാരണം സ്ത്രീ പാത്രം വെച്ചിട്ടാ പോയത്, ഇവര് പാത്രമായിട്ടാ പോയത്. ഇവര് പട്ടണത്തിൽ കൂടെ കറങ്ങി നടന്നു. സ്ത്രീ നേരെ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കണ്ടെത്തി. പട്ടണവാസികൾ ഇളകി യേശുവിന്റെ അരികിൽ വന്നു, യേശുവിനെ കണ്ട് ബോധിച്ചു. എന്നിട്ട് ആ സ്ത്രീയെ വിളിച്ചു പറഞ്ഞു, സഹോദരി വളരെ നന്ദി, പക്ഷേ ഇനി മുതൽ ഞങ്ങൾ നിന്റെ വാക്ക് നിമിത്തമല്ല, ഞങ്ങൾ തന്നെ കാണുകയും ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ കെയർ ഓഫ് വിശ്വാസി അല്ല. ഇനി മുതൽ ഞങ്ങൾ നിന്റെ കെയർ ഓഫിലല്ല, ഒരു ഇൻഡിപെൻഡന്റ് വിശ്വാസിയാണ് ഞാൻ. എനിക്ക് സ്വന്തമായി എനിക്ക് തന്നെ കർത്താവുമായി ഒരു ബന്ധമുണ്ട്. ഇന്ന് രാത്രി എന്റെ ചോദ്യം അതാണ്. നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ച വ്യക്തി, എനിക്കറിയാം ഞങ്ങളുടെ അടുത്തൊരു സഹോദരനുണ്ട്. ഈ സഹോദരനെ ഞാനൊരു പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് വിളിച്ചു. ഒരു 4-5 കൊല്ലമായി ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം എന്നെ വിളിക്കാം. ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പ്രശ്നം വന്ന് എന്നെ വിളിച്ച്, ഞാൻ സഹോദരൻ വേഗം എന്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഐ ആം വെരി സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. നിങ്ങളെ ആദ്യമായി കൂട്ടായ്മയ്ക്ക് വിളിച്ചു എന്നൊരു ദ്രോഹമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ ആ വിളി ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു വെക്കൂ. മേലാൽ ഈ വക കാര്യം പറഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ ശല്യപ്പെടുത്തുക. കാരണം സ്വന്തമായി ക്രിസ്തുവിൽ വേരൂന്നുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. അവനിപ്പോഴും പറയാ, എന്നെ വിളിച്ച ആള്.
ശമര്യക്കാരത്തി സ്ത്രീയോട് അവിടെ വെച്ച് തന്നെ അവർ സലാം പറഞ്ഞു പിരിയുക. ഇനി മുതൽ നിന്റെ വാക്കുകൊണ്ടല്ല, ഇനി നാളെ നീ ഇതിനെതിരായിട്ട് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ യേശുവിനെ കണ്ട്, ഞാൻ അനുഭവിച്ച്, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ കാണുകയും. ശമര്യ പട്ടണം ഒന്നടങ്കം സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങൾ തന്നെ കാണുകയും, ഞങ്ങൾ തന്നെ കേൾക്കുകയും, ഞങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ തന്നെ കാണുകയും, നിങ്ങൾ തന്നെ കേൾക്കുകയും, നിങ്ങൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ആരോ കണ്ടു കേട്ടു നിങ്ങളോട് പറഞ്ഞ് വിശ്വസിക്കുകയാണോ? യോഹന്നാനും ഇവിടെ പറയുകയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചു, ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, ഞങ്ങൾ സ്പർശിച്ചു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നിനക്കൊരനുഭവം ഉണ്ടായിരിക്കണം. നീ യേശുവിനെ അനുഭവിക്കണം. അതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടൊരു സെക്കൻഡ് ഹാൻഡ് വിശ്വാസമല്ല നിനക്ക് വേണ്ടത്, ഒരു ഫസ്റ്റ് ഹാൻഡ് വിശ്വാസം. നീ തന്നെ യേശുവിനെ അറിയണം, നീ തന്നെ വിശ്വസിക്കണം, നീ തന്നെ വീണ്ടും ജനിച്ച അനുഭവം നിന്നിലുണ്ടായിരിക്കണം. വീണ്ടും ജനിച്ചു എന്ന് ഒരുവന് അറിയാം. ഒരു ചോദ്യം വരുമ്പോ ആടിപ്പോകത്തില്ല, ഇളകിപ്പോകത്തില്ല. വീണ്ടും ജനിച്ചതാണോ എന്ന ചോദ്യം നേരെ കൈ ചൂണ്ടി ഒരാൾ ചോദിച്ചാൽ അപ്പുറത്ത് പാസ്റ്ററെ നോക്കുക. ഞാൻ ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബനാഥൻ, ഭാര്യ, 2 കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെ ആള് വിട്ട് വിളിപ്പിച്ചതാണ്. ഞങ്ങൾ 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നു. പ്രാർത്ഥിക്കാൻ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള 2-3 പേരും ഒക്കെ ഉണ്ട്. 10-15 പേര് ആ വീട്ടിലുണ്ട്. ഞാൻ ചെന്നു, അവിടെ ഇരുന്നു. ആ ഗൃഹനാഥനെ കൈക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ താൻ പയ്യെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. അങ്ങനെ ഭാര്യ അടുക്കള നോക്കി, അയ്യോ അച്ചായൻ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ, അച്ചായൻ അതൊക്കെ എപ്പോഴേ. ഞാൻ സ്തോത്രം, വളരെ നല്ലത്. ഇന്ന് രാത്രി എന്റെ ചോദ്യം നിന്നോടാ, നീ വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചവൻ അറിയാം അവൻ വീണ്ടും ജനിച്ചവനാണെന്ന്. അതിന് വേറെ അങ്ങോട്ട് നോക്കുവോ, റെഫറൻസ് ബുക്ക് നോക്കുവൊന്നും വേണ്ട. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം, വീണ്ടും ജനിച്ചവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. വീണ്ടും ജനിച്ചവനിൽ പുതിയ ജീവന്റെ ലക്ഷണം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവന്റെ വാക്കുകൾക്ക് മാറ്റം വരും, വീണ്ടും ജനിച്ചവന്റെ ഇടപാടുകൾക്ക് മാറ്റം വരും, വീണ്ടും ജനിച്ചവന്റെ കൂട്ടുകാർ മാറും. വീണ്ടും ജനിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് അവന് പിന്നെ പഴയ കൂട്ടുകാരും പഴയ ശീലങ്ങളും പഴയ സമ്പ്രദായങ്ങളും പഴയ ഇടപാടുകളും പണ്ടിരുന്നിടത്ത് തന്നെ അവനെ ഇപ്പോഴും ഇരുന്ന് കാണാമെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വീണ്ടും ജനിച്ചവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. പുതുജീവന്റെ ലക്ഷണങ്ങൾ അവന് പുതിയ ബന്ധങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ വാക്കുകൾ, പുതിയ ആലോചനകൾ, അവൻ പുതിയതായി മാറും. വിശുദ്ധ പൗലോസ് ശ്ലീഹ അതിനെ കുറിച്ച് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കടന്നുപോയി. പഴയ ബന്ധങ്ങൾ, പഴയ ചിന്തകൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴകിയ പ്രവണതകൾ, പഴയ ശീലങ്ങൾ, പഴയ വാക്കുകൾ, പഴയ ഭാഷകൾ നീ ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല. ഒരുവൻ വീണ്ടും ജനിച്ചതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. അവന്റെ ശീലം മാറി, അവന്റെ കൂട്ടുകാർ മാറി, അവന്റെ ഇടപാടുകൾ മാറി, അവന്റെ നടപടികൾ മാറി, മുഴുവൻ അവനൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അവന്റെ അകത്ത് ഒരു ജനനം സംഭവിച്ചിട്ടുണ്ട്. അവൻ വീണ്ടും ജനിച്ചവനാണ്. പുതിയ ജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടും. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, 2-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം, വേഗം വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. വായിക്കാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ, വായിക്കാം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, അല്ല, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. മതി. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു.
ഒരുവൻ ക്രിസ്തുവിനെ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ടെസ്റ്റാണ്. യോഹന്നാൻ പറയുകയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ഒരുവൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല എങ്കിൽ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അവൻ വീണ്ടും ജനിച്ചിട്ടുമില്ല. വീണ്ടും ജനിച്ച ഒരുവനിൽ പുതുജീവന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ജനിച്ചവന് പഴയ ശീലങ്ങളോട് ഒരു വിരക്തി ഉണ്ടാകും. വീണ്ടും ജനിച്ചവന് പഴയ കൂട്ടുകെട്ട് മാറണമെന്ന് തോന്നും. വീണ്ടും ജനിച്ചവനിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ പ്രകടമായി കാണും. രണ്ടാമത്തെ അടയാളമാണത്. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, വീണ്ടും ജനിച്ചവന് പ്രാർത്ഥിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും. വീണ്ടും ജനിച്ചവനുള്ള ഇടപാടത്. നിങ്ങൾ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്നതും മനഃപൂർവ്വം ചെയ്യുന്നതും പലപ്പോഴും വിട്ടുപോകുന്നതും ഇടയ്ക്കെപ്പോഴും ഓർക്കുന്നതുമായിട്ടൊന്നാണോ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന? പ്രാർത്ഥന വിശ്വാസിയുടെ ജീവശ്വാസമാണ്. നാം അറിഞ്ഞും അറിയാതെയും ഇവിടെ വന്നിരുന്നപ്പോൾ മുതലല്ല, നമ്മൾ മാതാവിന്റെ ഗർഭത്തിൽ ഉരുവായപ്പോൾ മുതൽ നമ്മുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങിയതാണ്, നാം ശ്വാസം സ്വീകരിക്കാൻ തുടങ്ങിയതാണ്. ഭൂമിയിൽ ജനിച്ചു വീണ നാൾ മുതൽ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നു. ശ്വാസോച്ഛ്വാസം പോലെ ഒരു വിശ്വാസി വീണ്ടും ജനിച്ചാൽ അവനിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരാൻ തുടങ്ങും. വീണ്ടും ജനിച്ചവന്റെ ലക്ഷണമാണത്. അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. പ്രാർത്ഥിക്കാൻ അവന്റെ താല്പര്യം കാണും. ഇന്ന് രാത്രി എന്റെ ചോദ്യം അതാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്ന് എവിടുന്നെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനാണോ? വീണ്ടും ജനിച്ചവൻ നിശ്ചയമായും പ്രാർത്ഥിക്കും. അവന്റെ രക്ഷകനുമായി അവൻ സംസാരിക്കും. അവന്റെ രക്ഷകനുമായി അവൻ സംവദിച്ചുകൊണ്ടിരിക്കും. അവൻ സംഭാഷണം നടത്തുവാൻ താല്പര്യമായിരിക്കും. എപ്പോഴെങ്കിലും 10 മിനിറ്റ് ഇടവേള കിട്ടിയാൽ അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അവന് തോന്നും. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാ തോന്നുന്നത്? കുറച്ച് സമയം വെറുതെ കിട്ടിയാൽ ഒരു ദിവസത്തിൽ അരമണിക്കൂർ ഫ്രീ ആണ്. ചിലപ്പോ നമ്മൾ 24 മണിക്കൂറും ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ വീണ്ടും ജനിച്ചതിന്റെ ലക്ഷണമാണ്. ഇപ്പോ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, കുറച്ചു സമയം കിട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു എന്ന തോന്നൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വീണ്ടും ജനിച്ചു എന്നാ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ബൈബിൾ പ്രസംഗിക്കുവാനാണ്. നിങ്ങൾക്കിപ്പോ ഇങ്ങനെ സംശയങ്ങളൊക്കെ തോന്നിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് തിരുവെഴുത്തിൽ വേരൂന്നി നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞങ്ങൾ 15 കൊല്ലമായിട്ട് ചർച്ചിൽ ഇന്ന മെമ്പർഷിപ്പ് ഉള്ള ഞങ്ങളോട് ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല എന്നല്ല ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ജനിച്ചതാണോ എന്ന ചോദ്യം. അതെന്റെ മുഖം കണ്ടാൽ അറിയത്തില്ല, ഞാൻ ക്ലീൻ ഷേവ് അല്ലയോ, നീ ക്ലീൻ ഷേവ് ആണോ എന്നല്ല ഞാൻ ചോദിച്ചത്. വെള്ള ഷർട്ടിട്ടിരിക്കുന്ന കണ്ടില്ലയോ, വെള്ള ഷർട്ടിട്ടോ എന്നതുമല്ല ചോദ്യം. ചോദ്യം ഇതല്ല, വീണ്ടും ജനിച്ചോ? വീണ്ടും ജനിച്ചവനാണെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വ്യഗ്രത നിനക്കുണ്ടായിരിക്കും. വെള്ളത്തിൽ നിന്നൊരു മീനെ എടുത്ത് വെള്ളത്തിന് പുറത്തിട്ടാൽ അത് തിരികെ വെള്ളത്തിൽ എത്താൻ ആഗ്രഹിച്ചു പിടയ്ക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പിടയ്ക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ നീ വീണ്ടും ജനിച്ചവനാണ്. അല്ലെങ്കിൽ ഈ രാത്രി നീ വീണ്ടും ജനനത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അവിടെയാണ് വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് നീ അറിയുന്നത്. പ്രാർത്ഥിക്കാനുള്ള ഒരു വാഞ്ച, പ്രാർത്ഥനാ ജീവിതം,
പ്രാർത്ഥനാ നിരതമായ ഹൃദയം, പ്രാർത്ഥിക്കണമെന്ന തോന്നൽ നിന്നെ സദാ ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ വീണ്ടും ജനിച്ചവനാണ്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 4-മതായി, വീണ്ടും ജനിച്ചവന് ദൈവവചനത്തോടുള്ള അടങ്ങാത്ത ദാഹം കാണും. ദൈവവചനം അവനൊരു മുഷിപ്പല്ല. ദൈവവചനം അവന് ജീവന്റെ അപ്പമാണ്. ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ അവൻ എപ്പോഴും ഉത്സാഹമാണ്. ദൈവവചനം മണിക്കൂറോ വായിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവവചനം ഭക്ഷണമാക്കുന്നുണ്ടോ? യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടെ ജീവിക്കുന്നു. ദൈവവചനത്താൽ ജീവിക്കണം. വീണ്ടും ജനിച്ച ഒരുവൻ ദൈവവചനത്താൽ ജീവിക്കണം. അവൻ ദൈവവചനത്താലാണ് ജീവിക്കേണ്ടതെന്ന്, അവൻ ദൈവവചനത്താലാണ് വളരേണ്ടതെന്ന് തിരുവെഴുത്ത് പറയുന്നു. കോട്ടയത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ മുകളിൽ, താങ്കൾ ഇന്ന് ബൈബിൾ വായിച്ചുവോ? അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടുത്തെ അച്ഛന് തോന്നിക്കാണും ആരും വായിക്കുന്നില്ലെന്ന്. പണ്ടൊക്കെ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് കണ്ട് കളിയാക്കുമായിരുന്നു, സമുദായക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞു. പക്ഷെ ഈ TV സീരിയലൊക്കെ കാര്യമായിട്ട് വന്നത് പിന്നെ അത് പെന്തക്കോസുകാരെ കൂടെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മളെല്ലാം കൂടെ ഒരു യോഗം വെച്ചൊരു മനുഷ്യനെ വിളിച്ചിട്ട് അയാൾ നമ്മളെ കൂടെ ആക്ഷേപിക്കുകയാണോ? ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തം ഹൃദയത്തോടും മനസാക്ഷിയോടും ചോദിക്കണം, വചനം വായിക്കാനുള്ള ഒരു താല്പര്യമുണ്ടോ? വചനം വായിക്കാൻ ഒരു താല്പര്യമുണ്ടോ? ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അതിന് നോട്ട് നോക്കാനോ റെഫറൻസ് നോക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 2 മണിക്കൂർ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കണം. വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയേക്കാം, ചെന്ന് 1/2 മണിക്കൂറുടെ ബൈബിൾ വായിച്ചേക്കാം. എന്ത് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും ജനനം സംഭവിച്ചിട്ടില്ല. വീണ്ടും ജനനം സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞ് പാല് കുടിക്കുവാൻ വാഞ്ചിക്കുന്നത് പോലെ അവൻ വചനം ഭക്ഷിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ വാഞ്ചിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ടായിട്ട് അത് കരയുന്നുമില്ല, അത് അനങ്ങുന്നുമില്ല, അത് പാല് കുടിക്കുന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പരിഭ്രാന്തി ഉണ്ടാകും? ആ സാധനത്തിന്റെ പേരാ ചാവിള്ള. ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിച്ച നിങ്ങൾ പ്രാർത്ഥിക്കുന്നുമില്ല, വചനം വായിക്കാൻ ധ്യാനിക്കുന്നുമില്ല, വചനം വായിക്കണമെന്ന് വാഞ്ചയില്ലെങ്കിൽ നിന്റെ പേരും ചാവിള്ള എന്നാണ്. വീണ്ടും ജനനം നടന്നിട്ടില്ല. വീണ്ടും ജനിച്ചു എങ്കിൽ വചനത്തോടുള്ള അദമ്യം. ഞാൻ ചോദിച്ചത് വീണ്ടും ജനിച്ചോ എന്നാണ് എന്റെ ചോദ്യം. വീണ്ടും ജനിച്ചതാണെങ്കിൽ വചനം വായിക്കാനുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കും. കർത്താവിന്റെ ദാസൻ D.L. മൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ബൈബിൾ നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ പാപം നിന്നെ ബൈബിളിൽ നിന്ന് അകറ്റും. കയ്യിൽ ബൈബിൾ ഉണ്ടോ എന്നുള്ളതല്ല, ബൈബിൾ വായിക്കാനുള്ള വ്യഗ്രതയുണ്ടോ? പാപം നിന്നെ സ്വാധീനിക്കുമ്പോൾ നീ ബൈബിളിൽ നിന്ന് അകലും. ബൈബിൾ നിന്നെ സ്വാധീനിച്ചാൽ നീ പാപത്തിൽ നിന്ന് അകലും. ലോകത്തുള്ള സകല മനുഷ്യന്റെ ഈ ജീവിതത്തിൽ ഇതിലൊന്നെങ്കിലും സംഭവിക്കും. ഒന്നുകിൽ പാപം നിന്നെ ബൈബിളിൽ നിന്ന് അകറ്റി, അല്ലെങ്കിൽ ബൈബിൾ നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇതിലേതാണ് സംഭവിച്ചിരിക്കുന്നത്? തിരുവെഴുത്ത് നീ പഴയതുപോലെ വായിക്കുന്നുണ്ടോ? തിരുവെഴുത്ത് നിനക്ക് വിരസമായും ബോറായും തോന്നുന്നുണ്ടോ? അതോ തിരുവെഴുത്തിൽ നീ ജീവനെ കണ്ടെത്തുന്നുണ്ടോ? തിരുവെഴുത്ത് നിന്റെ ഭക്ഷണമാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം നിനക്ക് അപ്പമായി അനുഭവപ്പെടുന്നുണ്ടോ? ദൈവവചനം വായിക്കുവാനുള്ള വ്യഗ്രത നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നീ വീണ്ടും ജനിച്ചതിന്റെ ലക്ഷണമാണ്. അല്ല എങ്കിൽ ഇന്ന് രാത്രി നീ വീണ്ടും ജനനത്തിനായി സമർപ്പിക്കണം. വീണ്ടും ജനനത്തിനായി സമർപ്പിക്കണം. വീണ്ടും ജനിച്ചവന് തിരുവെഴുത്ത് വായിക്കുവാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും. വീണ്ടും ജനിച്ചവന് തിരുവെഴുത്ത് പിന്നെയും പിന്നെയും വായിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. കാരണം അത് അവന്റെ അകത്തെ മനുഷ്യന്റെ ആഹാരമാണ്. ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ, വെള്ളം കുടിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ തിരുവെഴുത്ത് വായിക്കുവാൻ നീ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നിന്നിലെ ജീവൻ എവിടെയോ നഷ്ടപ്പെട്ടു. വീണ്ടും ജനനത്താൽ നിനക്ക് ലഭിച്ച
പുതുജീവൻ നിന്നിൽ നിന്ന് വാടി കരിഞ്ഞ് കൊഴിഞ്ഞ് ക്ഷയിച്ച് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇന്ന് രാത്രി പുതിയൊരു വീണ്ടും ജനന അനുഭവത്തിന് വേണ്ടി നീ സമർപ്പിക്കണം. വിശുദ്ധന്മാരുടെ സംസർഗം, ദൈവമക്കളുടെ കൂട്ടായ്മ, അതിനോടൊരു താല്പര്യം കാണും വീണ്ടും ജനിച്ചവന്. കിലോമീറ്ററുകളാണെങ്കിലും രാത്രിയാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒക്കെ അവന്റെ അകത്തൊരു ദാഹം കൂട്ടായ്മയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം, ആരാധനയ്ക്ക് പോകണം, സഭയിലൊന്ന് പോകണം. ഇതെന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒഴിവ് കഴിവുകൾ പറയാമെങ്കിൽ അത് പറയും. ഒരു ദിവസം ഞങ്ങളുടെ ഒരു സഹോദരനെ കണ്ടില്ല സഭയില്. ഞാൻ ചോദിച്ചു എന്താ വരാൻ, പാസ്റ്റർ മുടി ചീകിട്ടിരുന്നില്ലെന്ന് പറഞ്ഞു. മുടി ചീകിട്ടിരുന്നില്ലെന്ന്, രാവിലെ മുടി ചീകിട്ട് മുടി അങ്ങോട്ട് ചീകിട്ട് അങ്ങോട്ട് ഒത്തില്ല. ചീകിട്ട് ഒത്തില്ല. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഒന്നുമില്ല, ഞായറാഴ്ച രാവിലെ ഇങ്ങനെ ആലോചിക്കാം, പോയേക്കാം, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, എന്തെങ്കിലും ഒരു ഒഴിവുകഴിവ് പറയാനില്ല. അതുകൊണ്ട് മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ നീ ആരാധിച്ചിരിക്കണം. മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ നീ ആരാധിക്കണം. വീണ്ടും ജനിച്ചവന്റെ ലക്ഷണമാണ്. വീണ്ടും ജനിച്ചവന് കൂട്ടായ്മയോട് താല്പര്യം കാണും. വീണ്ടും ജനിച്ചവൻ കൂട്ടായ്മ, ദൈവമക്കളുടെ കൂട്ടായ്മ, വിശുദ്ധന്മാരുടെ സംസർഗം, അതിൽ അവനൊരു താല്പര്യം കാണും. വീണ്ടും ജനിച്ചവന്, വീണ്ടും ജനിച്ചവന്റെ 5ാമത്തെ ലക്ഷണം ഞാൻ പറഞ്ഞത്. വീണ്ടും ജനിച്ചവന്റെ 6ാമത്തെ ലക്ഷണം അവന് കൊടുക്കാനുള്ള ഒരു താല്പര്യം കാണും. കൊടുക്കാൻ, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കുകളെ ഓർത്തുകൊള്ളുവീൻ. കർത്താവ് തന്റെ ജീവനെ തന്നെ കൊടുത്തിട്ട് നമ്മോട് കൊടുക്കുവാൻ പറഞ്ഞു. കൊടുക്കണമെന്ന് തോന്നുക. നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് കൊടുക്കണമെന്ന് തോന്നുക? വാങ്ങിക്കണമെന്നല്ല, കൊടുക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും? ദൈവവേലയ്ക്ക് എന്താണെന്ന് കൊടുക്കുന്നത്? എപ്പോഴും ഈ ചിന്തയായിട്ട് നടക്കുക. അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന 100 കണക്കിന് ആളുകൾ എനിക്കറിയാം. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ കുമളി സായിപ്പ് വന്ന കാര്യം നിങ്ങൾക്കറിയാം. കുമളിയിൽ പണ്ടൊരു സായിപ്പ് വന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ. ഈ സായിപ്പ് വന്നപ്പോൾ സായിപ്പിനൊരു അസുഖമായോടെ ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പം രക്തം വേണം, ബി പോസിറ്റീവാ. തദ്ദേശവാസിയായ ഒരുത്തൻ, കുമളിക്കാരനൊരുത്തന്റെ രക്തം അങ്ങോട്ട് കൊടുത്തു. രക്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ സാഹിബിന് സന്തോഷമായി. ബ്ലഡൊക്കെ കൊടുത്തല്ലേ, വേറൊരു രാജ്യത്ത് വന്നപ്പോൾ ബ്ലഡ് കൊടുത്തു. ഇവനെ വിളിച്ചിട്ട് 1000 രൂപ എടുത്ത് കൊടുത്തു, ഇരിക്കട്ടെന്ന് പറഞ്ഞു. സന്തോഷം, അവനും സന്തോഷം, സാഹിബിനും സന്തോഷം. പിറ്റേ ആഴ്ച സാഹിബിന് ഒന്നുകൂടെ ബ്ലഡ് കയറ്റണം. അപ്പൊ ഇവന്റെ ഒരു കൂട്ടുകാരനെ, ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചോണ്ട് ചെന്നു, ബ്ലഡ് സാഹിബിന് കൊടുക്കാം. സാഹിബിന് ബ്ലഡ് കൊടുത്തു. സാഹിബ് ഇവരെ വിളിച്ചു, സന്തോഷം, താങ്ക് യു വെരി മച്ച്, ഒരു 500 രൂപ എടുത്തു കൊടുത്തു. 3ാമത്തെ പ്രാവശ്യം സാഹിബിന് ബ്ലഡ് വേണം, സാഹിബിന് ബ്ലഡ് കൊടുത്തു. ഇവർ ചെന്നു, ഇവർക്കൊരു 250 രൂപ കൊടുത്തു, കുഴപ്പമില്ല. 4ാമത്തെ പ്രാവശ്യം സാഹിബിന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ട് ബ്ലഡ് കൊടുത്തു. സാഹിബ് ഒരു 50 രൂപ എടുത്തു കൊടുത്തു. അപ്പം നമ്മുടെ ഇവൻ പ്രതികരിച്ചു, ഓട്ടോക്കൂലി തന്നെ 50 രൂപയായി. അപ്പോൾ സാഹിബ്, ഞാൻ 1ാമത്തെ പ്രാവശ്യം ബ്ലഡ് തന്നപ്പോൾ 1000 രൂപ തന്നു, 2ാമത് 500 തന്നു, അതെന്താ? പിന്നെ 250. ഇത് കുറഞ്ഞ്. അപ്പൊ സാഹിബ് പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, എനിക്ക് 1ാമത്തെ പ്രാവശ്യം 1000 രൂപ തരണമെന്ന് തോന്നി, പക്ഷെ നിന്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറും തോറും തരണ്ടാന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യോഗം നടക്കുമ്പോൾ സ്വോത്രകാഴ്ചയുടെ സമയത്ത് സൗകര്യപൂർവ്വം ഇങ്ങനെ ടോയ്ലറ്റിലോട്ട് പോകുന്ന ആളുകൾ എനിക്കറിയാം. അത് ഇങ്ങനെ ഒരു സ്വോത്രം. ഞാൻ ചോദിക്കാം, അവിടെ ഞാൻ കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് പോയപ്പോൾ സ്വോത്രാഴ്ച എടുക്കുന്ന സമയത്ത് അതുവഴി ഇങ്ങനെ പോയ 3 പേരിങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വോത്രാഴ്ചയുടെ സൗകര്യം ഉണ്ട് കേട്ടോ, അവിടെ ഇരിക്കുന്നു. നമ്മൾ മുഖംമൂടികൾ വലിച്ചെറിയണം. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പോരരുത്.
കാരണം നീ വീണ്ടും ജനിച്ചിട്ടില്ല. ദുരുപദേശമാണെന്നല്ല നിങ്ങൾ പറയരുത്. എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് ദുരുപദേശമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ വീണ്ടും ജനിച്ചിട്ടില്ല. മക്കൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ദുരുപദേശമാണെന്ന് പറയുമോ? ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. എന്നെ ലാഭോളം, എന്റെ പ്രാപ്തിക്ക് മീതെയും എന്റെ പ്രാപ്തിക്കപ്പുറവും എനിക്ക് കൊടുക്കണമെന്ന് വീണ്ടും ജനിച്ച ഒരുവന് തോന്നിക്കൊണ്ടിരിക്കും. അവൻ കൊടുത്തോണ്ടും ഇരിക്കും. വീണ്ടും ജനിച്ചവന്റെ ലക്ഷണമാ അവന് കൊടുക്കണമെന്ന് തോന്നും. Praise God. വീണ്ടും ജനിച്ചവന് തോന്നും അവന് കൊടുക്കണം. ഞാൻ 2 മാസം മുമ്പ് ഒരു മീറ്റിംഗിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. അപ്പൊ അവിടുത്തെ ഭർത്താവിന് ഇങ്ങനെ അങ്ങ് കൊടുക്കണമെന്ന് തോന്നുക. ദൈവവേലയ്ക്ക് കൊണ്ട് കൊടുക്കാൻ താല്പര്യമാണ്. ഭാര്യ ഭയങ്കര എതിരാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരു വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ശേഖരിക്കുക. സ്തോത്രകാഴ്ച എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഇയാളൊരു ഭയങ്കര പണക്കൊതിയനാണല്ലോ, വേറെ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഈ പുള്ളിക്ക് ഇങ്ങനത്തെ കുഴപ്പമില്ല ഇത് പറയുന്നതിനാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗവും വീണ്ടും ജനിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ് ഞാൻ പറയുന്നത്. 7 പോയിന്റ് കുത്തി നോക്കിയാൽ മതി വീണ്ടും ജനിച്ചാണോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ ഇങ്ങനെ സ്തോത്രാഴ്ച എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ അടുത്തോട്ട് ഈ സ്തോത്രാഴ്ച പാത്രം ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനെ പേഴ്സ് എടുത്തിരിക്കുക. ഇയാൾ പേഴ്സ് ഇങ്ങനെ എടുത്തപ്പോ ഇയാളുടെ ഭാര്യ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇയാൾ എത്രയുടെ ബില്ലാ പൊക്കുന്നത് നിങ്ങൾ നോക്കി. അപ്പം ഭാര്യയുടെ കണ്ണു ഇയാളുടെ കണ്ണൂടെ ഒന്ന് അടഞ്ഞു. അപ്പൊ ഇയാള് പൊക്കിയ നോട്ട് എന്ത് ചെയ്തു? നേരെ താഴോട്ട് വെച്ചു. താഴോട്ട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇയാള് ചെറുതൊരെണ്ണം എടുത്ത്. അപ്പൊ നിങ്ങൾ ഓർക്കട്ടെ, ഈ പാസ്റ്റർമാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? കാരണം എനിക്ക് അയാളെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാനിങ്ങനെ കണ്ടത്. ഞാൻ സ്റ്റേജിൽ നിന്നപ്പോ അപ്പൊ ഇയാൾ ഈ പൊക്കിയ നോട്ട് നേരെ താഴോട്ട് വെച്ചു. നേരെ താഴോട്ട് വെച്ചാൽ ഞാൻ ഓർത്ത് ഇയാൾ എന്ത് ചെയ്യും? അതിന്റെ താന്നൊരെണ്ണം ഇടുവായിരിക്കുന്നു. പേഴ്സ് മടക്കിയിട്ട് അയാൾ ആ പേഴ്സോടെ സ്വത്രാഴ്ച പാത്രത്തിലോട്ടിട്ടു. ധൈര്യമായത് കൊടുത്തു. അപ്പൊ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാര്യ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അത് ഇടണ്ടെന്ന് തോന്നി. അകത്തോട്ട് വെക്കുകയും എന്റെ അകത്തൊരു ശക്തി അങ്ങ് ഇളയെന്ന് പറഞ്ഞു. എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, പേഴ്സോടെ ഇടുക എന്നുള്ളത് അടുത്ത ഓപ്ഷൻ. പേഴ്സോടെ അങ്ങിട്ടു. അതിന്റെ അർത്ഥം അയാൾ വീണ്ടും ജനിച്ചതാണ്. അവന് കൈ വലിക്കാൻ പറ്റത്തില്ല, അവന്റെ കൈ വരണ്ടു പോകത്തില്ല, അവന്റെ കൈ ചുരുങ്ങി പോകത്തില്ല, അവൻ കൈ പിൻവലിച്ചു വെക്കത്തില്ല, അവൻ കൊടുത്തോണ്ടിരിക്കും. നീതിമാൻ വാരി വിതറി കൊടുക്കുമെന്ന തിരുവെടുത്ത് പറയുന്നത്. നീതിമാൻ യേശു കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരുവെടുത്തിൽ പറയുമ്പോൾ നീതിമാൻ വാരി വിതറി കൊടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു വാക്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകാം, നീതിമാൻ ഒരുത്തനുമില്ലെന്ന്. പക്ഷെ ഞാൻ അവിടെ പറയത്തില്ല. റോമാലേഖനം 5-ാം അധ്യായം പറയുന്നു, കർത്താവായ യേശുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നിമിത്തം നാം നീതിമാന്മാരാണ്. ക്രിസ്തു നിമിത്തം നാം നീതിമാന്മാരായി തീരുന്ന സമയമാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്യും? വാരി വിതറി കൊടുക്കും. അവന് കൊടുക്കുന്നതിൽ മടിയില്ല. കൊടുക്കും തോറും അവന് വർദ്ധിച്ചു വരും. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. അവൻ ദൈവരാജ്യത്തിന്റെ അഭിമാനമായി അവന്റെ ദേശത്ത് ദൈവം അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാനുള്ളൊരു താല്പര്യം കാണും. ഇതൊക്കെ ഒന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് വീണ്ടും ജനിച്ചോ നോക്കണം. വീണ്ടും ജനിച്ചോ? പാട്ടുപാടിയോന്നല്ല ഞാൻ ചോദിച്ചോ, വീണ്ടും ജനിച്ചോ? വീണ്ടും ജനിച്ചവന്റെ 7ാമത്തെ ലക്ഷണം. പിന്നെ ഈ ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെ കാണും. ഞാൻ 7 അടയാളമാണ് പറഞ്ഞു. 7ാമത്തെ അടയാളം, വീണ്ടും ജനിച്ചവനാണെങ്കിൽ അവന് കർത്താവിന്റെ മടങ്ങി വരവിനോട് വലിയ താല്പര്യമായിരിക്കും. വീണ്ടും ജനിച്ചവനാണെങ്കിൽ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് എന്നെ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു. ഞാൻ ന്യൂയോർക്കിലായിരുന്നു. ആ സമയത്ത് ന്യൂയോർക്കിലോട്ട് വിളിച്ചു. ന്യൂയോർക്കിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ശുഭാഷ്, നമ്മുടെ ജോയ്സിന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന യോഗത്തില് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് വേണോ ഭാഷ? കാരണം ഇപ്പൊ ഒന്നും ആരും അത് പ്രസംഗിക്കും, ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലല്ലോ അത്. അപ്പൊ പറഞ്ഞു, എങ്ങും കേൾക്കാനില്ല ശുഭു, എനിക്കത് കേൾക്കാൻ കൊതിയാന്ന് പറഞ്ഞു. എനിക്കത് കേൾക്കാൻ കൊതിയാ. ഒരിടത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് മെയിൻ സംഘാടകൻ വന്ന് ചോദിച്ചു, എന്നതാ പ്രസംഗം?
കർത്താവിന്റെ വരവ് അതൊക്കെയാണോ പറയുന്നത്? പുതിയ ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണോ? കർത്താവിന്റെ വരവ് അവനൊരു ബോറായും പേടിയായും. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്ക് പേടിയാ. വീണ്ടും ജനിച്ചൊരു ദൈവവേദനാണെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം തുള്ളാൻ തുടങ്ങും. കർത്താവ് വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ അവന് സന്തോഷമാണ്. ടെസ്റ്റാ. വീണ്ടും ജനിച്ചോ? ഇന്ന് രാത്രി 12 കർത്താവ് വരുമെന്ന് ഇപ്പൊ പറയുമ്പോ എന്നാ ചെയ്യുന്നേ? വീണ്ടും ജനിച്ചവനാണെങ്കിൽ സന്തോഷിക്കും. അവന്റെ ഹൃദയം തുള്ളും, അവന്റെ ഹൃദയം ആനന്ദിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ അവന് താല്പര്യമാണ്. കർത്താവ് വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ അവന് താല്പര്യമാണ്. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ കണ്ടാലും അവന് താല്പര്യമാണ്. ഈ രീതി പോയാൽ എങ്ങനെയാന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. അവൻ എങ്ങനെയാ കർത്താവ് വരും? ലോകലക്ഷണങ്ങൾ കണ്ടവൻ ഭ്രമിക്കത്തില്ല. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അവൻ പതറത്തില്ല. ഭൂമിയുടെ മാറ്റങ്ങൾ കണ്ടാൽ അവൻ പേടിക്കത്തില്ല. വീണ്ടും ജനിച്ചൊരു ദൈവവൈതൽ സന്തോഷിക്കും. യേശു കർത്താവ് പറഞ്ഞു, ഇവയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് ദിവസം അടുത്തു വന്നു എന്നതുകൊണ്ട് തലകൾ ഉയർത്തുവീൻ. ഞാൻ പറയുന്നത് വീണ്ടും ജനിച്ചവനെ കുറിച്ചാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് മെമ്പേഴ്സിനെ കുറിച്ചോ IPC മെമ്പേഴ്സിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. വീണ്ടും ജനിച്ചവനെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ജനിച്ചവനാണെങ്കിൽ കർത്താവ് വരുമെന്ന് കേട്ടാൽ അവൻ തുള്ളിച്ചാടും. എല്ലാത്തിനെ കഴിക്കും പ്രാധാന്യം അവനതാ. വീണ്ടും ജനിച്ചോ? വീണ്ടും ജനിച്ചവന്റെ 7ാമത്തെ അടയാളമായിട്ട് ഞാൻ പറയുന്നത്, വീണ്ടും ജനിച്ചവനാണെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിനോടൊരു താല്പര്യം അവനുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അവന് താല്പര്യമുണ്ട്, പ്രസംഗം കേൾക്കാൻ അവന് താല്പര്യമുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നാൽ അവന് പേടിയില്ല. ഇന്ന് പകല് ദൈവദാസൻ ചോദിക്കുന്ന ഞാൻ കേട്ടു, കർത്താവ് വന്നാൽ എത്ര പേര് പോകുമെന്ന്. ആരും പ്രതികരിച്ചും കണ്ടില്ല, ആർക്കും ധൈര്യവുമില്ല. അത് ചിന്തിക്കുന്നത് തന്നെ താല്പര്യമില്ല. അജണ്ട എന്ന് മാറ്റി. എന്നോട് ഈയിടെ കോട്ടയത്തുള്ള ഒരു മദ്യപാനി പറഞ്ഞു, ഏതായാലും ഈയിടെയായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്നു, ഇപ്പോഴത്തെ പ്രസംഗം കേൾക്കാൻ നല്ല സുഖമാണെന്ന് പറഞ്ഞു. ഐസ്ക്രീം കഴിക്കുന്ന പോലത്തെ സുഖമാണെന്ന് പറഞ്ഞു. നല്ലൊരു മദ്യപാനി, എന്നെ വലിയ ബഹുമാനമാ. എന്നെ കണ്ടാ പറഞ്ഞു, ഏതായാലും കേട്ടോ, പണ്ട് ഇവന്മാർ ഈ കളത്തിപ്പിടിക്കലും പറ്റും, കളത്തിപ്പടി ഏരിയയിലുള്ള ഒരാളാ, പണ്ട് ഈ കളത്തിപ്പിടിക്കലും പറ്റും ചൂള പോലെ 10 ദിവസം എന്തോ ഒരു പേടിയാൻ സുവിശേഷം കേൾക്കുമ്പോ. ഇപ്പൊ പിന്നെ ആ കുഴപ്പമില്ലെന്ന്. ആ മദ്യപാനിയെ ഓർത്ത് നിങ്ങൾ ചിരിക്കണ്ട. ആ മദ്യപാനിയേക്കാൾ അധപ്പതിച്ചതും ദുഷിച്ചതുമായ അനുഭവത്തിലാണ് വിശ്വാസികൾ എന്ന് പറയുന്ന പല ആളുകളും. അവർക്കും ഇന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല, അവർക്കും വേറെ ചിലത് കേൾക്കാൻ താല്പര്യം. വീണ്ടും ജനിച്ചവനാണെങ്കിൽ നിന്റെ കർത്താവ് വരുന്നതിനെ കുറിച്ച് നിനക്കൊരു താല്പര്യം കാണും. കഴിഞ്ഞ പ്രാവശ്യം റെയ്നാൾഡ് ബോങ്കെ കൊച്ചി വന്നപ്പോൾ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. കൊച്ചിയിലെ മീറ്റിംഗില് എന്റെ ഹൃദയം വല്ലാതെ സ്പർശിച്ചു പോയൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിൽ നിന്നൊരു മനുഷ്യൻ ഹിറ്റ്ലറുടെ കാലത്ത് സൈബീരിയയിലേക്ക് പട്ടാള സേവനത്തിന് പോകേണ്ടി വന്നു. തന്റെ വിവാഹം നിശ്ചയിച്ച സമയത്താണ്, വിവാഹം ഉറപ്പിച്ച സമയത്താണ് തന്നെ പട്ടാളത്തെ റിക്രൂട്ട് ചെയ്ത് സൈബീരിയയിലേക്ക് അയച്ചു. താൻ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയുടെ പേര് മാർക്കസ് എന്നാണ്. മാർക്കസ് എന്ന പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട ഇവൻ പട്ടാള സേവനത്തിനായി സൈബീരിയയിലേക്ക് പോയി. ഇവന് മാർക്കസിനെ വന്ന് കല്യാണം കഴിക്കണം, അവളുമായിട്ട് ജീവിക്കണം, അതാ ഇവന്റെ ചിന്ത, ഇവന്റെ ആഗ്രഹം. സൈബീരിയയിലെ തണുത്തുറഞ്ഞ പട്ടാള ക്യാമ്പിൽ അവൻ കിടക്കുകയാണ്. യുദ്ധം അവസാനിച്ചു. പട്ടാളക്കാരെ തിരിച്ച് ജർമ്മനിയിലേക്ക് വിളിക്കുന്നു. സെക്ഷനായിട്ട്, ഗ്രൂപ്പായിട്ട് തിരിച്ചു പോവുകയാണ്. എല്ലാ ദിവസവും ഇവൻ ഓടിപ്പോകും. ഇവന്റെ പേര് ലിസ്റ്റ് വന്നിട്ടുണ്ടോ? അവിടെ ചെന്ന് ലിസ്റ്റ് മുഴുവൻ വായിക്കും. ഇപ്രാവശ്യം പോകുന്നവരുടെ കൂട്ടത്തിൽ അവനില്ല. നിരാശയോടെ സങ്കടത്തോടെ അവൻ തിരിച്ചു പോരും. ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളോട് ഇവൻ മാർക്കസിനെ കുറിച്ച് പറയും. ആയിരക്കണക്കിന് പട്ടാളക്കാര് സൈബീരിയൻ ക്യാമ്പിൽ കിടക്കുമ്പോ അവിടെയുള്ള ഒരൊറ്റയാൾക്ക് പോലും അറിയാത്തതില്ല മാർക്കസിനെ കുറിച്ച്. കാരണം ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റകം തുടങ്ങും, എന്റെ മാർക്കസ് സുന്ദരിയാണ്, എന്റെ മാർക്കസ് അവൻ അതേ പറയാനുള്ളൂ. വീണ്ടും ജനിച്ചവന്റെ ഒരു ലക്ഷണമാ. അവൻ എപ്പോഴും സംസാരിച്ചാൽ, ഏത് വിഷയം സംസാരിച്ചാലും 5 മിനിറ്റിനകം അവൻ തന്റെ പ്രാണപ്രിയനായ അരിമണവാളനായ യേശുവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിരിക്കും. നിന്റെ സംഭാഷണങ്ങൾ ഏറ്റവും അധികം കടന്നു വരുന്ന വാക്ക് യേശു എന്ന വാക്കാണെങ്കിൽ അതിന്റെ അർത്ഥം നീ വീണ്ടും ജനിച്ചവനാണ്, നീ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഇതിവൻ എങ്ങനെ സംസാരിച്ചാലും, അതുകൊണ്ട് ആ പട്ടാള ക്യാമ്പിൽ എല്ലാവർക്കും അറിയാം ഇവന്റെ മാർക്കസ്.
ഒരു ദിവസം പട്ടാള ക്യാമ്പ് മുഴുവൻ വലിയ ബഹളമാ. ഇവൻ രാവിലെ കട്ടിലെ എഴുന്നേറ്റ് ആളുകളെല്ലാം വന്ന്, ബാക്കി പട്ടാളക്കാരെല്ലാം വന്ന് ഇവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഇവൻ ചോദിച്ചു, എന്താണ് നിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇപ്രാവശ്യം തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ നീയുമുണ്ടോ? ഇവന് സന്തോഷമായി. ഇവൻ പോയപ്പോ പട്ടാള ക്യാമ്പിലുള്ള മുഴുവൻ പേരും വന്ന് കൈവീശി കാണിച്ചു. ശുഭയാത്രയും മംഗളങ്ങളും നേർന്നു. മാർക്കസിനോട് ചേർന്ന് ഒരു ജീവിതം നിനക്കുണ്ടാകട്ടെ. ഇവൻ തന്നെ ബെർലിൻ പട്ടണത്തിലേക്ക് വന്നു. യുദ്ധം തകർത്ത ബെർലിൻ പട്ടണം, ബോംബുകൾ ഛിന്നഭിന്നമാക്കിയ ബെർലിൻ പട്ടണം. അവൻ പട്ടണത്തിൽ വന്നപ്പോൾ ആകെ ഭയന്നു പോയി, എന്തെങ്കിലും സംഭവിക്കുമോ. അവൻ ആദ്യം പോകുന്നത് തന്റെ പ്രിയപ്പെട്ട മാർക്കസിന്റെ വീടിന്റെ ഭാഗത്തേക്കാ. നോക്കിയവൻ ദൈവകൃപ, ആ പട്ടണത്തിന് ആ ഭാഗത്തെ ആ ഒരു കുഴപ്പമില്ല, ആ തെരുവീതികൾക്ക് കുഴപ്പമില്ല, അവളുടെ വീടിന്റെ മതിലിന് കുഴപ്പമില്ല, വീടിന് കുഴപ്പമില്ല. അവൻ ധൈര്യത്തോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ ആ വീടിന്റെ മുൻഡോറിൽ തട്ടി. കഥകൾ തുറക്കപ്പെട്ടു. അല്പം തുറക്കപ്പെട്ട കഥയിലൂടെ മാർക്കസിന്റെ സുന്ദരമായ മുഖത്തിന്റെ അല്പഭാഗം കണ്ടവൻ അടുത്ത സെക്കൻഡിൽ ആ കഥക് വലിയ ശബ്ദത്തോടെ അവന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. അവൻ കഥകിൽ തട്ടി കരയാൻ തുടങ്ങി. മാർക്കസ്, ഇത് ഞാനാണ്, കഥക് തുറക്കുക. മാർക്കസ്, ഇത് ഞാനാണ്, കഥക് തുറക്കുക. കഥകിൽ ഞാൻ അവൻ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഥക് തുറക്കുന്നില്ല. അകത്തുനിന്നൊരു ചെറിയ തേങ്ങൽ ശബ്ദം കേട്ടു. ആ വീട്ടിൽ മറ്റൊരുത്തനോടുകൂടെ ജീവിതം പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അവൾക്ക് കഥക് തുറക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി യേശു കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ, നിന്റെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? അതോ ലോകത്തിന്റെ മോഹങ്ങളിലും ഇമ്പങ്ങളിലും പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങളിലും മതിച്ചു പുളച്ച് രസിച്ച് മറ്റെവിടെയോ നീ നിന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തി, അരിമ മണവാളനായ യേശുവുമായിട്ടുള്ള ഉടമ്പടി നഷ്ടപ്പെടുത്തി, അവന്റെ വരവിനെ ഭയന്നുകൊണ്ടിരിക്കുകയാണോ? ആ കഥക് കൊട്ടിയടച്ച മാർക്കസിനെ പോലെ, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുന്ന യേശു കർത്താവിന്റെ ഇമ്പസ്വരത്തിന്റെ മുമ്പിൽ നിന്റെ കഥകുകൾ തുറക്കപ്പെടുമോ? ആ വാക്യം അവിശ്വാസികളോടല്ല പറയുന്നത്. 7 സഭകൾക്കുള്ള ദൂത് പറയുമ്പോൾ വെളിപാടിന്റെ പുസ്തകം 3:20 സഭകളോട് കർത്താവ് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 7 സഭകളായ 7 പെൺനിലവിളക്കുകളുടെ നടുവിൽ നിന്ന കർത്താവ് 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പുറത്തുനിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി എന്റെ ചോദ്യം, നിന്റെ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ അകത്താണോ അതോ പുറത്താണോ? നിന്റെ ജീവിതത്തിന്റെ കേന്ദ്ര വിഷയം, നിന്റെ ധ്യാനത്തിന്റെ പ്രമോദം എന്റെ യേശുവാണോ? യേശു എന്ന വാക്ക് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം തുള്ളുന്നുണ്ടോ? നിന്റെ രാപ്പകൽ ധ്യാനം അരിമ മണവാളനായ യേശുവാണോ? ഒരൊറ്റ ചോദ്യം, അവന്റെ വരവ് എന്ന് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം സന്തോഷത്താൽ തുടിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഒന്നാമതായി, വീണ്ടും ജനിച്ചവനാണെങ്കിൽ നിനക്കറിയാം നീ വീണ്ടും ജനിച്ചു എന്ന്. രണ്ടാമതായി, പുതിയ ജീവന്റെ ലക്ഷണങ്ങൾ നിന്നിൽ വ്യാപകമായി കാണും, നിന്റെ എല്ലാ ഇടപാടുകളിലും, എല്ലാ മണ്ഡലങ്ങളിലും. മൂന്നാമതായി, പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം നിനക്ക് കാണും. നാലാമതായി, ദൈവവചനം വായിക്കുവാനുള്ള ഒരു വ്യഗ്രത നിനക്ക് കാണും. അഞ്ചാമതായി, കൂട്ടായ്മയ്ക്കുള്ള ഒരു ദാഹം നിനക്ക് കാണും. ആറാമതായി, കൊടുക്കണം എന്ന ചിന്ത നിനക്കുണ്ടായിരിക്കും, നീ കൊടുക്കുന്നവനായിരിക്കും. ഏഴാമതായി, കർത്താവിന്റെ വരവിനോടുള്ള ഒരു താല്പര്യം നിനക്കുണ്ടായിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാത്രി ഒരു ഹല്ലേലൂയ കേൾക്കാമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശു യേശു അവനാരിലും വലിയവൻ. ഒരുമിച്ച് പാടാം. യേശു യേശു അവനാരിലും മതിയായവൻ. വിശ്വാസത്തോടെ യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങും. ആ നാമം ഇന്ന് രാത്രി നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിന്റെ ജീവനും നിന്റെ കുടുംബത്തിനും നിന്റെ ശരീരത്തിനും അനുഗ്രഹവും വിടുതലുമായി തീരും. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നാമം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം നിന്റെ ആദരത്തിൽ നിന്ന് ഉയരട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേൽക്കാം. ഒരുമിച്ച് കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്താം.